ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഷുഹൈബിന്റെ മൊഴി പുറത്ത്. അധ്യാപകരാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയതെന്നും അതിൽ ഇടപെട്ടിട്ടില്ലെന്നുമാണ് ഷുഹൈബിന്റെ മൊഴി. അതേസമയം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ വന്നത് യാദൃശ്ചികമാണെന്ന് ഷുഹൈബ് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ MS അനീഷ് കുമാർ നൽകും. അനീഷ്, ഈ യാദൃച്ഛികത അല്ലെങ്കിൽ എങ്ങനെയോ ആ ചോദ്യങ്ങൾ അതേപടി വന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്വേഷണ സംഘം എന്താണ് കരുതുന്നത്? ആ വാദങ്ങൾക്കപ്പുറത്തേക്ക് ഇത് എങ്ങനെ ചോർന്നു എന്നതിലേക്ക് ഷുഹൈബിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ? ശ്രീജ, ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിനാൽ ഒപ്പം ഒറ്റ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന നിർദ്ദേശം നൽകുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്നലെ രാവിലെ ഏതാണ്ട് 11 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞത്. ഈ പരിധിക്കുള്ളിൽ പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്ന നിലപാടാണ് ഷുഹൈബ് ആവർത്തിച്ചത്. നേരത്തെ ഷുഹൈബിൻ്റെ കീഴിലുള്ള അധ്യാപകർ ഈ യൂട്യൂബ് ചാനലിൽ ഈ ചോദ്യപേപ്പറുകൾ അവതരിപ്പിച്ച 2 അധ്യാപകരെ, ഒന്ന് ഒരു ഫഹദും അടുത്തത് ജിഷ്ണുവും, ഈ 2 അധ്യാപകരെയും ചോദ്യം ചെയ്തപ്പോൾ ഈ ചോദ്യക്കടലാസുകൾ യൂട്യൂബിൽ അവതരിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് ഷുഹൈബ് എത്തിച്ച് നൽകിയതാണ്. മറ്റു കാര്യങ്ങളൊന്നും തങ്ങൾക്ക് അറിയില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർച്ച ചർച്ചകൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ നടത്തുമ്പോൾ ചോദ്യങ്ങൾ ഷുഹൈബ് തന്നെയാണ് തരപ്പെടുത്തി തരുന്നത് എന്നവർ പറയുകയും ചെയ്യുന്നു. മറ്റു കാര്യങ്ങൾ എവിടെ നിന്നാണ് ചോദ്യപേപ്പർ എത്തിയത്, എങ്ങനെയാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയത് എന്നീ വിശദാംശങ്ങളൊന്നും അറിയില്ല. നേരിട്ട് ചോദ്യപേപ്പർ തരുന്നു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, അതായത് യൂട്യൂബിൽ സംപ്രേഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ചോദ്യപേപ്പർ നൽകിയത്. ഇത് തങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ബാക്കി കാര്യങ്ങൾ ഷുഹൈബിന് അറിയാം എന്നാണ് ഈ 2 പ്രതികളും മൊഴി നൽകിയത്. ഇവരെ കഴിഞ്ഞ ആഴ്ച പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഷുഹൈബിനെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷുഹൈബിനെ ചോദ്യം ചെയ്തത്. പക്ഷേ പൂർണ്ണമായും ഈ അധ്യാപകരെ പ്രതിക്കൂട്ടിലാക്കുന്ന മൊഴിയാണ് ഷുഹൈബിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ചോദ്യപേപ്പർ സംബന്ധിച്ച ഒരു കാര്യങ്ങളും തനിക്ക് അറിയില്ല. അധ്യാപകർ തയ്യാറാക്കിയ ചോദ്യപേപ്പറാണ് യൂട്യൂബിൽ അവതരിപ്പിച്ചത്. സാധാരണഗതിയിൽ സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള അവകാശം ഈ അധ്യാപകർക്ക് നൽകാറുണ്ട്. ഓരോ വിഷയങ്ങളിലെയും വിദഗ്ധരായ ആളുകളെയാണ് ഇത്തരത്തിൽ അധ്യാപകരായി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കാണ് പൂർണ്ണമായും ഈ ചോദ്യപേപ്പറിൻ്റെ ഉത്തരവാദിത്തം എന്നാണ് ഷുഹൈബ് പറയുന്നത്. ഒപ്പം ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇതേ ചോദ്യങ്ങൾ വന്നത് തികച്ചും യാദൃച്ഛികമാണ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇതിൻ്റെ പേരിലില്ല എന്ന് ഷുഹൈബ് പറയുകയും ചെയ്യുന്നു. പക്ഷേ നേരത്തെ ഷുഹൈബ് ഈ മാധ്യമങ്ങൾക്കടക്കം ആദ്യഘട്ടത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ നൽകിയ മൊഴി, താൻ മറ്റ് ചില ചോദ്യക്കടലാസുകൾ ഇതുപോലെ ചർച്ച ചെയ്യുന്ന യൂട്യൂബ് പേജുകളിൽ നിന്നും പകർത്തി എഴുതിയതാണ്, അതിനുശേഷം ഇത് ഏകോപിപ്പിച്ചുണ്ടാക്കിയ ഒരു ചോദ്യപേപ്പറാണ് ഈ അവതരിപ്പിച്ചത് എന്നുള്ള വിശദീകരണമാണ് നൽകിയത്. എന്നാൽ അതിന് വിപരീതമായ ഒരു മൊഴിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് നാളെ തന്നെ കോടതിയെ അറിയിക്കും. ചൊവ്വാഴ്ച ഈ ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പലവട്ടം പരിഗണിച്ച് മാറ്റിവെച്ച ഒരു ഹർജിയാണ്. അന്നൊക്കെയും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവുണ്ടെങ്കിലും കൃത്യമായൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിലാണ് തങ്ങൾ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവാം എന്ന് ഷുഹൈബിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന്